ഇതാണ് ഞാൻ പഠിക്കുന്ന കോളേജിലെ ബാത്റൂം ഇട്ടാ കണ്ടോളി. ഇത് ഒരു വാഷ് ബേസിൻ. ഈ വാഷ് ബേസിന്റെ കോലാണിത്. ഇവിടുന്ന് വെള്ളം ഇറ്റിറ്റി വീണിട്ട് അത് പൊളിഞ്ഞ്. പിന്നെ ഇതാണ് ആകെ വൃത്തിയുള്ള ഒരു വാഷ് ബേസിൻ. ഇവിടെ നിറച്ച് അലങ്കോലായ സാധനങ്ങൾ. ഇത് ഒരു ബാത്റൂം. ഈ ബാത്റൂമിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോരും. കാരണം ഇത്ര ഗ്യാപ്പ് ഉണ്ട്. ഇതിനാണെങ്കിൽ കുറ്റിയില്ല. പിന്നെ അടുത്തത് ഇതാ ഒരു ബാത്റൂമാണിത്. ഇതിന്റെ ഡോറാണ് ഈ കുട്ടികൾ മലത്തിയിട്ടിരിക്കുന്നത്. കണ്ടല്ലോ, ഒരു ഡോറാണ് ഈ മലത്തിയിട്ടിരിക്കുന്നത്. കാരണം ഈ ഡോർ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ വെക്കാം. അതാണ് ഈ ഡോറിന്റെ പ്രത്യേകത. പിന്നെ ഈ ബാത്റൂമിന് പിന്നെ ഡോർ ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഈ ബാത്റൂം കണ്ടോ, ഒരു ബാത്റൂമിന്റെ ഡോറ് അതിന്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇതാ ഒരു ഡോറ് തപ്പട്ടെ. ഇതാണ് ഇപ്പൊ ആകെ വൃത്തിയുള്ള ഒരെണ്ണം. ഇതേ ഉള്ളു ആകെ വൃത്തിയുള്ള ഒരെണ്ണം. ഇതിനാണല്ലോ ലോക്കില്ല. പിന്നെ ഇതാണെങ്കിൽ ഇങ്ങോട്ടാക്കിയാൽ അങ്ങോട്ട് പോവും, അങ്ങോട്ടാക്കിയാൽ അങ്ങോട്ട് പോവും. എങ്ങനെയുണ്ട്? ഇത് ഷഫർ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കക്കൂസ്. ഇത് മൂത്രമൊഴിക്കണ സ്ഥലം. ഇനി ഓരോ ബാത്റൂമുകൾ കാണിച്ചു തരാം. ബാത്റൂം നമ്പർ 1 ഇത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ബാത്റൂം നമ്പർ 2 ഇതിൽ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. കാരണം ഇതിൽ ചില്ല് പൊട്ടി വീണിരിക്കുകയാണ്. മുകളിലത്തെ കണ്ടോ, ഇവിടുത്തെ എല്ലാ ചില്ലും പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ നിന്നുള്ള കുട്ടികൾ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാം കാണാം. ഇതാണ് ആകെ വൃത്തിയുള്ളത്. പിന്നെ ഇതിലാണെങ്കിൽ വെള്ളം വരില്ല. ഓക്കെ. പിന്നെ ഇത് പിന്നെ കണ്ടാൽ തന്നെ പറയാം അത്ര തല്ലിപ്പൊളിയാണ്. പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കണ്ടാൽ അങ്ങനെ തോന്നില്ല, എന്നാലും അങ്ങനത്തെ ഒന്നാണ്. അടുത്ത ബാത്റൂം ഇതൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. എങ്ങനെ പോവും, എങ്ങനെ കുളിക്കും? പറയൂ.